കൂട്ടക്കുരുതികളുടെയും അടിച്ചമർത്തലിന്റെയും പാരമ്പര്യമുള്ള നാടാണ് അമേരിക്ക. തലമുറകളായി കൈമാറി വന്ന അധികാര ദുർവിനിയോഗത്തിന്റെ കഥ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും കേൾക്കാം. ഒരേ സ്വേച്ഛാധിപത്യ പ്രവണതയിലുള്ള അധികാരികൾ മാറി മാറി ഭരണം നടത്തിയപ്പോഴെല്ലാം അമേരിക്കയിലെ അടിച്ചമർത്തൽ നയങ്ങൾ സ്വേച്ഛാധിപത്യത്തിന്റെ മറ്റൊരു മുഖമായി എഴുതപ്പെടുകയായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ മാത്രം അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളെയും അമേരിക്കയുടെ വരുതിയിലാക്കണമെന്നതായിരുന്നു ആഗ്രഹം. തങ്ങളുടെ കാൽച്ചുവട്ടിൽ എല്ലാവരെയും എത്തിക്കുക എന്നതാണ് അമേരിക്കൻ നയങ്ങൾ. എന്നാൽ ഒരേ വഴിയിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അമേരിക്കൻ ഭരണാധികാരികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളും പ്ലാനുകളുമൊക്കെ ആയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റായി 2 തവണയും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത്. ആദ്യ ടൈമിൽ പദ്ധതികളൊന്നും അത്ര കണ്ട് ബലവത്താക്കാൻ ട്രംപിന് സാധിച്ചിരുന്നുവെങ്കിലും രണ്ടാം ടൈമിൽ സ്ട്രോങ് ആയി തന്നെയാണ് വരവ്. ഇത്തവണ ട്രംപിന്റെ തീരുമാനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന്റെ വരവ്. അതും വെറുമൊരു വരവൊന്നുമല്ല. ട്രംപിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുമാണ് മസ്ക്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വേദികളിലേക്ക് വന്ന പോലെ തന്നെ ട്രംപ് തിരികെ പോകുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ അമേരിക്ക അത്രയും കാലം കണ്ട ഭരണക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ മുൻനിരയിലെത്തിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ട്രംപിന്. അതും യുദ്ധതന്ത്രങ്ങളല്ല, പകരം നല്ല അസൽ ബിസിനസ് കുതന്ത്രങ്ങൾ. അതിനെപ്പറ്റിയ ആളാണെന്ന് ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് സംശയമൊന്നുമില്ല. നിർമ്മാണ മേഖലയിൽ വിജയം കണ്ട വ്യവസായിയായ ഫ്രെഡ് ട്രംപിന്റെ 5 മക്കളിൽ 4-മനായ ട്രംപിന് പിതാവിന്റെ അതേ വ്യവസായ ബുദ്ധിയാണ് ലഭിച്ചിരിക്കുന്നത്. തന്റെ നിലപാടുകളെ പണ്ടേ പ്രകടിപ്പിച്ചിരുന്ന ആളാണ് ട്രംപ്. 2nd ഗ്രേഡിൽ പഠിക്കുമ്പോൾ സംഗീത അധ്യാപകനെ സംഗീതം അറിയില്ലെന്ന് പറഞ്ഞ് ഇടിച്ച് പരിക്കേൽപ്പിച്ച ഒരു കഥയുണ്ട് ട്രംപിന്. പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ട്രംപിന്റെ വഴിയായ ബിസിനസ് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനായുള്ള തേരോട്ടങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. 2006-ൽ സ്വന്തം പേരിൽ വോഡ്ക പുറത്തിറക്കി. പക്ഷേ മോശം പ്രതികരണത്തെ തുടർന്ന് 2011-ൽ നിർമ്മാണം നടത്തി. 4 തവണ ട്രംപിന്റെ സ്ഥാപനങ്ങൾ പാപ്പരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2017-ൽ അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച് ട്രംപ് പക്ഷേ തുടക്കത്തിലത്തെ നല്ല പേരല്ല വാങ്ങിയിരുന്നത്. ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുന്നുകൂടിയപ്പോൾ കൈവന്ന സൗഭാഗ്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ ട്രംപ് ആകുന്നത് ശ്രമിച്ചു. പ്രസിഡന്റായി അരങ്ങേറ്റം കുറിച്ച നാളുകളിൽ അമേരിക്ക കണ്ട ഏറ്റവും മോശം പ്രസിഡന്റായിരുന്നു ട്രംപ്. അമേരിക്കയിൽ 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ പ്രസിഡന്റും ട്രംപ് തന്നെ. 40-ലധികം ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ, 450 മില്യൺ പിഴ ചുമത്തപ്പെട്ട ടാക്സ് വെട്ടിപ്പുകൾ, പോണിനടിക്ക് പണം കൊടുത്ത് ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമം, അങ്ങനെ നീളുന്നുണ്ട് കേസുകൾ. ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റം നേരിട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ക്രെഡിറ്റും മറ്റാർക്കുമില്ല. ട്രംപ് എടുത്ത പല തീരുമാനങ്ങളും അമേരിക്കക്കാരെ നന്നായി പ്രകോപിപ്പിച്ചിരുന്നു. വംശീയതയ്ക്കും കുടിയേറ്റ വിരുദ്ധതയ്ക്കും ഒരാൾ രൂപമുണ്ടെങ്കിൽ അത് ട്രംപാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ട്രാൻസ്ജെൻഡറുകൾക്ക് മേൽ കരുതി വെച്ചിരുന്ന വിലക്കുകളെയും ട്രംപ് 2ാം വരവിൽ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തിനേറെ, ഒരു സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യമായ ഗർഭചിത്രം വരെ ഇന്ന് 7 അമേരിക്കൻ സ്റ്റേറ്റുകളിൽ നിയമവിരുദ്ധമാണ്. കുടിയേറ്റക്കാരെ മൃഗങ്ങളോട് ഉപമിച്ച ട്രംപ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതും മനുഷ്യത്വരഹിതമാണെന്ന രീതിയിലാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ട്രംപിന് പൂർണ്ണ പിന്തുണ നൽകിയ ആളാണ് ഇലോൺ മസ്ക്. ഉപദേശകൻ എന്ന തന്റെ കർത്തവ്യം കൃത്യമായി തന്നെയാണ് മസ്ക് നിർവഹിക്കുന്നത്. ട്രംപിന് വേദം മോദി തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കുള്ള ഒരു വേദിയാക്കി അമേരിക്കയെ മാറ്റാനുള്ള കിടഞ്ഞ പരിശ്രമത്തിലാണ് മസ്ക് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും.